നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിയൊപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയൊപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങള് കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വെച്ചു. കേട്ടില്ലേ ആരെ സ്വഭാവം അത്? വേറെ ഏതോ ഒരു ടീം അവിടെ നോട്ടീസും പോസ്റ്ററൊക്കെ ഒട്ടിക്കുകയാണ്. അവരോട് മറ്റേ ടീമിനോട് പറയാം, നിങ്ങളെ കൊടിയൊക്കെ അവിടെ നിരത്തി വലിച്ചിട്ടിട്ടുണ്ട്. ചതിയന്മാര് അല്ലേ? കുപ്പിച്ചില്ലൊക്കെ അരയിട്ടിരിക്കി പോയി. മുമ്പെന്താ ചെയ്ത് റോട്ടുമൊക്കെ ഒരൊറ്റ ഏറ് ചിലി 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 എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എല്ലാവരും 50 ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ഒരു കുപ്പിച്ചില്ലിന്റെ കഷ്ണം നിലത്തേക്ക് വീണ് ഒച്ച കേട്ടിട്ടേ 50 ആള് ഓടി രക്ഷപ്പെട്ടു. ചുമരുമ്പോ നിന്നാ വലിപ്പൊക്കെ ഒന്ന് അളന്നു നോക്കുന്ന നല്ലതാ അല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ നിങ്ങൾ ഐക്യം തകർക്കുന്ന പോലാണ്, മറ്റതാണ് മറിച്ചതാണ്. ആരാ കുത്തിത്തിരിപ്പിന്റെ സ്വഭാവം എടുക്കൽ എന്ന് മനസ്സിലാക്കാനാ. അതുകൊണ്ടാ പറഞ്ഞത് ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കരുത്, അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് സൂചന നൽകിയത് അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇനിയും പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇതിന്റെ അപ്പുറം ഡോസ് ഉള്ളത് കാണിച്ചു തരാം. ഖുർആനും ഹദീസും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പര് പറയുന്നുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോ നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മൂപ്പര് പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോ കേവി മേശപ്പുറത്ത് വെച്ചതാ പ്രശ്നം, കത്തി ആണോ? ഉമർ മൗലവി ഉണ്ടാക്കിയ അതേ ആളുകൾ തന്നെ ആ ജാറത്ത് പൊളിച്ചു മാറ്റി, ആ ജാറത്ത് പൊളിച്ചു നിരത്തി, പടച്ചവനെ തെറ്റ് സംഭവിച്ചു പോയി നാഥാ എന്ന് പറഞ്ഞ് റബ്ബിനോട് ഖേദിച്ചു മടങ്ങിയാൽ മലക്കുകളുടെ സഹായം ഈ സമുദായത്തിനുണ്ടാകുമെന്ന് പറഞ്ഞതാണോ പ്രശ്നം? ആണോ? അതാണ് പ്രശ്നം. അപ്പൊ സത്യത്തിൽ എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഒന്ന് തേജോവധം ചെയ്യണം, താൽക്കാലികമായി രക്ഷപ്പെടണം. നമ്മൾ തൗഹീദാണ് പറയുന്നത്, സുന്നത്താണ് പറയുന്നത്. തെളിവുദ്ധരിച്ചത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്, അതേ തെളിവുദ്ധരിച്ചത് ഹദീസുകളിൽ നിന്നാണ്. ആ വിഷയത്തെ ഖണ്ഡിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ ചില ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യ സമുദായത്തെ തെറ്റിക്കുവാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ശിഹാബ് തങ്ങളെ ഞാൻ പരാമർശിക്കേണ്ടി വന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് ശിഹാബ് തങ്ങളെ നിങ്ങൾ ചീത്ത പറയുന്നതോ, ശിഹാബ് തങ്ങളുടെ മുമ്പാകെ പത്മജ വന്ന രംഗം ഞാനത് ഇടുന്നില്ല, അത്ര മോശ. പത്മജ എന്ന് പറയുന്ന സ്ത്രീ ശിഹാബ് തങ്ങളുടെ മുന്നിൽ വന്ന് ഞാനിങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാന്ന് പറയാൻ വേണ്ടി വന്നപ്പോ ആ ശിഹാബ് തങ്ങളെ കൈയെവിടെ നോക്കിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വഹാബ് സക്കാഫി മമ്പാട്. ചിത്രീകരിച്ചിട്ടില്ലേ? തുളസി വന്നു, ഒരു വട്ടം തെറ്റുപറ്റിപ്പോയതാ, രണ്ടാമത് തുളസി വന്നോ, ആദ്യം കയ്യിലാ പിടിച്ചത്, പിന്നെ തലമേലാ വഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന രംഗണ്ട്. എന്നിട്ട് നിങ്ങൾ പറയേ ഞങ്ങൾ ഒന്നാണെന്ന്. ഞാൻ ഇവിടുത്തെ ഐക്യം തകർക്കാൻ വന്നതല്ല. പക്ഷേ നാടകമുണ്ടാകരുത്. നിങ്ങൾ രണ്ടും രണ്ടാ. അതിനാ നിങ്ങൾ പള്ളി വേറെ ഉണ്ടാക്കിയത്, അതിനാ നിങ്ങൾ മദ്രസ വേറെ ഉണ്ടാക്കിയത്, അതിനാ നിങ്ങൾ പള്ളി വേറെ ഉണ്ടാക്കാൻ നോക്കുന്നത് അല്ലേ? അതല്ലേ? അപ്പൊ ഗ്രൂപ്പിസം അത് വെറുതെ പറയാൻ നിൽക്കണ്ട. ആ ഭാഗത്തേക്ക് പോയാൽ ധാരാളം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഒരു അനൈക്യം ഉണ്ടാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. ആ ആരാധനയുടെ രംഗത്ത് അവനോട് മാത്രം ദുആ ചെയ്യണം. ആ ദുആഇന്റെ രംഗത്ത് അവനോട് മാത്രം തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നടത്തണം.
ആ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അവനോട് മാത്രം നടത്തുന്ന രംഗത്ത്, അവന്റെ മുമ്പിൽ മാത്രം നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം. അത് അർപ്പിക്കുന്ന രംഗത്ത് അവന്റെ പേരുച്ചരിച്ചുകൊണ്ട് മാത്രം ബലിയെറുക്കണം. നിയ്യത്ത് റബ്ബിന്റെ കൂലി മാത്രമാകണം. അത് ചെയ്യുന്ന രംഗത്ത് അള്ളാഹുവിനെ വിളിച്ച് മാത്രം സത്യം ചെയ്യണം. ആ സത്യം ചെയ്യുന്ന രംഗത്ത് പാളിച്ച പറ്റിയിട്ടുണ്ട് സഖാഫിമാരെ നിങ്ങൾക്ക്. അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാനും അവനോട് മാത്രം ദുആ ചെയ്യുവാനും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നടത്തുവാനും അവന്റെ പേരിൽ മാത്രം ബലിയെറുക്കുവാനും അവന്റെ നാമം മാത്രം ഉച്ചരിക്കുവാനും അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുവാനും കണക്കന്മാരെയും കൈനോട്ടക്കാരെയും ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും സമീപിച്ചുകൊണ്ട് ഫ്യൂച്ചർ പറയിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും, അങ്ങനെ സമീപിച്ചാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. ഈ കാതലായ വിഷയത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ സംസാരം നടക്കുന്നത്. അതല്ലാതെ ശിഹാബ് തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് സമുദായത്തെ കേൾപ്പിക്കാനല്ല. പിന്നെന്തിനാ അത് പറയിപ്പിക്കേണ്ടി വന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം EK വിഭാഗം ഇറക്കിയൊരു ഡോക്യുമെന്ററിയുടെ ഭാഗം ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഞാൻ രണ്ടാമതിന്റെ ഒരു ഭാഗം പ്രദർശിപ്പിക്കുക. എന്തിനെന്നറിയോ? കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണേ. ശിഹാബ് തങ്ങളെ ചീത്ത പറയുന്നൊരു ഭാഗം ശിഹാബ് തങ്ങളെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഒരു സ്റ്റേജിലിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയാ, മരിക്കുന്നതിന് മുമ്പ് ഐക്യപ്പെട്ടു പോയിട്ടുണ്ട്, വളരെ സ്നേഹത്തിലാ പിരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തെറ്റിക്കാൻ വരണ്ട, ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞ് ഈ സുഹൈൽ തങ്ങൾ ഇവിടെ പ്രസംഗിച്ച് പോയത് കൊണ്ട് നിങ്ങൾ ഒന്നല്ല. നിങ്ങൾ EK വിഭാഗത്തിന്റെ നേരെ കുതിരകയറ്റം നടത്തിയിട്ടുണ്ട്. അവരെ വളരെ വൃത്തികേടായി ചിത്രീകരിച്ചിട്ടുണ്ട്. അവരോട് നിങ്ങൾ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അവര് മാനു മുസ്ലിയാര് മരിച്ചു പോയപ്പോ മരിച്ചു എന്ന് പറയാനുള്ള ആണത്തം പോലും നിങ്ങൾക്കില്ലായിരുന്നു. മരിച്ചു എന്ന് പറയാനുള്ള സ്വാഭാവികമായ മര്യാദ പോലും നിങ്ങൾക്കില്ലായിരുന്നു. മാനു ചത്തു എന്നാ നിങ്ങൾ പറഞ്ഞത്. മനസ്സിലാണ്ടോ? നിങ്ങൾ നാടകം കളിക്കേ, ഞങ്ങൾ ഒന്നാണ്, ഞാൻ ഐക്യം തകർത്തത്, ഞാൻ കേൾപ്പിച്ചുതരാം ഇൻഷാ അല്ലാ. ആദ്യം ശിഹാബ് തങ്ങളെ ചീത്ത പറയുന്ന ഒരു ഭാഗം, വിഷയങ്ങൾ വേറെ പഠിക്കാനുണ്ട്, പക്ഷേ ഒരു നാടകം അവിടെ സൃഷ്ടിച്ചത് കൊണ്ട് അത് പറയേണ്ടി വന്നതാ. ആ ഭാഗം ഒന്ന് അല്പം കാണിച്ചു കൊടുക്കണം. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാർവല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുൻപ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയത് നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ നൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വേദി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ. കേട്ടില്ലേ? പാണക്കാട് തറവാടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണ്, വ്യഭിചാരമാണ് എന്ന് എഴുതിവിട്ട സുഹൈൽ മുസ്ലിയാരെ നിങ്ങളുടെ പാർട്ടി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒന്നാന്ന് പറഞ്ഞ്
ഈ ആളുകളൊക്കെ ഒന്ന് ഒപ്പം നിർത്തിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഞങ്ങളെ ശ്രമം ആണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ നാടകം കളിക്കരുത്, അത്രേ ഉള്ളൂ. നാടകം കളിക്കരുത്. ഞാനാണ് ഫിത്ന ഉണ്ടാക്കിയതെന്ന് പറയരുത്. ഇത് ഞാൻ ഇറക്കിയതല്ല. EK വിഭാഗത്തിലെ പണ്ഡിതന്മാരിറക്കിയ ഡോക്യുമെന്ററിയാണ്. ആ EK വിഭാഗത്തെ അംഗീകരിക്കുന്ന മുസ്ലിം വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് ഇതാണ് നമ്മളോട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവരിറക്കിയ ഡോക്യുമെന്ററിയാ. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ മരിച്ചാൽ ഞങ്ങൾ പറയാറില്ല ചത്തു എന്ന്. നിങ്ങൾ എന്താ പറയാറുള്ളത്? കേൾപ്പിക്ക്. പിന്നെ മറ്റൊരു സങ്കടം, ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ തങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒക്കെ കണ്ണിയത്തിന്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പാണത്. EK വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത്, ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു ഞാനുണ്ട്, നാട്ടിക മുസ്ലിയാർ വേണം നാട്ടിൽ പോയി ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത്, അവൻ മരിച്ചുപോന്റെ ഹാലും മാലുമായിട്ട് അവൻ പൊയിഞ്ഞോന്റെ ഇതിലെ കൊണ്ടാന്നല്ലേ അല്പം തന്നെയുള്ള ആള് വെക്കുള്ളൂ. നാടന്മാരായ ഒരാള് ഒരു മനുഷ്യന് മരിച്ചുപോയാല് നാടന്മാരായ ഒരാള് പറയൂ ഓൻ മരിച്ചു, ഇനി ഓന്റെ ഹാലും അവന്റെ ജീവിതമൊക്കെ ആയിട്ട് ഓൻ പോട്ടെ എന്നല്ലേ ഒരു നാടന്മാര് പറയാ. പക്ഷെ ഇവിടെ പ്രസംഗിച്ച സുഹൈൽ മുസ്ലിയാരെ നിങ്ങളെ പാർട്ടി അത് പറയൂല. നിങ്ങൾ പറയല് മാനു മുസ്ലിയാര് ചത്തു, നാട്ടിക മുസ്ലിയാര് നാട്ടിൽ പോയി ചത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനാ ഫിത്ന ഉണ്ടാക്കിയതെന്നോ? ഇങ്ങോട്ട് മറുപടി പറയണം. അടുത്ത പ്രാവശ്യം അതിനേക്കാൾ ഡോസുള്ളത് തരാം. നിങ്ങളല്ലേ പറഞ്ഞ അങ്ങേറ്റം വരെ പോവണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുതരിക. അങ്ങേയറ്റം വരെ നിങ്ങൾ പോവണം എന്ന് പറഞ്ഞത് കൊണ്ടാ അത് ഇടേണ്ടി വന്നത്. നാട്ടുകാരെ കബളിപ്പിക്കരുത്. ഹക്കായി പറയാ. ഉള്ളിൽ വേറൊന്ന് വെക്കുക, പുറത്ത് വേറൊന്ന് കാണിക്കുക. ആ ആളുകളുടെ കയ്യടി കിട്ടാനും അവിടെ ഒത്താശ കിട്ടാനും വേണ്ടി നമ്മൾ ഒന്നാന്ന് പറയാ. ഉള്ളിൽ വേറെ പണിയെടുക്കുക. ഈ ഏർപ്പാട് ഉണ്ടാകരുതെന്ന് പറയാനാ. ഞങ്ങള് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സോപ്പിടേണ്ട ആവശ്യമില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് സംസാരത്തിന്റെ ആവശ്യമില്ല. ഹക്കായി പറയാ, സത്യമായി പറയുക. അങ്ങനെ ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ മനസ്സിലുള്ളത് തുറന്ന് ആളുകളെ മുമ്പാകെ പറ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു നേതാവ് മരിച്ചു പോകുമ്പോ ചത്തുപോയിന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഞങ്ങളാണ് ഫിത്നയുണ്ടാക്കിയത്, ഐക്യം തകർക്കാൻ വന്നത്, നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നത്. ആരാണ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു മുടിയുടെ വിഷയം വന്നിരുന്നു ഇവിടെ. മുടിയുടെ വിഷയം ഒക്കെ എളുപ്പം പറയാ, സമയം തീരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു മുടിയുടെ വിഷയം വന്നപ്പോ സുഹൈൽ മുസ്ലിയാർ പറയാണ്, ആ മുടിയുടെ സനത് ചോദിച്ചു. ഒരു പേപ്പർ ഇങ്ങനെ പൊക്കി പിടിച്ചു. എന്നിട്ട് പറയാണ്, പേപ്പർ പൊക്കി പിടിച്ചിട്ട് നിങ്ങൾക്ക് സനത് ഈ പേപ്പറിൽ തരിക. അങ്ങനെ എളുപ്പം കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല സനത് എന്ന്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല സനത്. സനതുണ്ട്, ബസ്സിൽ പോരാൻ പേടിയാണെങ്കിൽ തീവണ്ടിയിൽ പോന്നോളൂ, മർക്കസിലേക്ക് വന്നോളൂ, സനത് അവിടുന്ന് തരാൻ ഞാൻ കാണിപ്പിച്ചുതരാം. മർക്കസിലേക്ക് ചെന്നാൽ സനത് കിട്ടുമോ കിട്ടൂലേ എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. മർക്കസിലേക്ക് ചെന്നാൽ സനത് കിട്ടോ ഇല്ലേ? ആ സുന്നി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ആദ്യം അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മർക്കസിലേക്ക് വരൂ, സനത് തരാം. എന്നിട്ട് കുറച്ച് കാര്യം സനദിനെ പറ്റി പറയാനുണ്ട്. ഒരു 2 മിനിറ്റ് ശരിക്കും ശ്രദ്ധിക്കണേ. അദ്ദേഹത്തിന്റെ വാദം കേട്ടോളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഷേറെ മുബാറക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷേറെ മുബാറക്കിന് തങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല, അതിന്റെ സനത് കൊണ്ടുവരാത്തത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, സനത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല കേട്ടോ. സനത് എന്ന് പറഞ്ഞാൽ വേഗം കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല. ഓർക്ക് ഒന്നിനും ശുദ്ധിയും വേണ്ട. അത് പിന്നീട് ഞാൻ പറയാൻ പറയും. അത് പിന്നീട് അവസാനം ഞാൻ പറയാൻ പറയും. അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് മർക്കസിൽ, അവിടെ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പലതും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ സനതുകൾ അവിടെ വെച്ച് സമ്മേളനത്തിന് കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഷേറെ മുബാറക്കിന് സനതുണ്ട്. നിങ്ങൾക്ക് കാണുമെങ്കിൽ അങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് കാറിൽ വരാൻ കഴിയില്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ട്രെയിനിൽ വന്നോളി, നമുക്ക് ട്രെയിനിൽ പോവാം.
മർക്കസിലേക്ക് നിങ്ങൾ വരൂ, വന്നിട്ട് ഇല്ലെന്ന് പറയും. മർക്കസിലൂടെ ഞാൻ പോയിട്ട് തങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറയും. അവിടെ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് മർക്കസിൽ വരാൻ പേടി? നിങ്ങൾക്ക് ഈ കഷ്ണം കള്ളാസ് കൊണ്ടുതരാൻ പറ്റിയതാണോ റസൂലുള്ളാഹിന്റെ മുടിന്റെ സനദ്? ഷഹറെ മുബാറക്കിന്റെ ധൈര്യമുണ്ടെങ്കിൽ മർക്കസിലേക്ക് വാ, നമുക്ക് ട്രെയിനിൽ പോകാം. അന്ന് എല്ലാവരും ഉണ്ടാവുമല്ലോ, പേടിക്കാൻ എല്ലാവരും. അവിടെ വന്നിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വന്നിട്ട് പറയും എന്താ നിങ്ങൾക്ക് വരാൻ മടി? നിങ്ങൾക്ക് വരും, കാണിച്ചു തരാം. ഇങ്ങോട്ട് വരി, കാണിച്ചു തരാൻ. എങ്ങോട്ട് വന്നാല്? മർക്കസിലേക്ക് വന്നാല് മുജാഹിദുകളോട് പറയും ഇങ്ങോട്ട് വരി, കാണിച്ചര സനദ്. സനദ് അങ്ങനെ എളുപ്പം കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല. സനദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം, വിശദീകരണം, അർത്ഥം ഒന്നും പറയാതെ പോകുന്നത് അല്ലെ. ഇത് ഈ മുടി മർക്കസിലേക്ക് എത്തിയത് അത് ആരിൽ നിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സഹാബിക്ക് കൊടുത്തു? തെളിയിക്കാൻ പറ്റുന്ന വിഷയ. ആ സഹാബിയിൽ നിന്ന് താബിയിലേക്ക് കൊടുത്തു. ആരായിരുന്നു ആ താബി? ആ താബി കൈമാറിയത് ആർക്കാണ്? അയാൾ കൈമാറിയത് ആർക്കാണ്? അങ്ങനെ മർക്കസിൽ എത്തിയത് എങ്ങനെ? ആ പരമ്പര ഒന്ന് തെളിയിക്കാനാ പറയുന്നത്. നിങ്ങള് നിങ്ങൾ കൃത്യമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്നും പറഞ്ഞ് കള്ളക്കച്ചവടം നടത്താൻ, മർക്കസിൽ പണമുണ്ടാക്കാൻ, പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പണം പോക്കറ്റടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നും പറഞ്ഞ് കള്ളക്കച്ചവടം നടത്താൻ കൊണ്ടുവന്ന മുടി. ആ മുടിക്ക് സനദുണ്ട്, സനദുണ്ട്, സനദുണ്ട് എന്ന് പറയുമ്പോ എവിടെയാണ് അതിന്റെ സനദ് എന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ചോദിച്ചു വരൂ, മർക്കസിലേക്ക് വരൂ. കാറിൽ വരാൻ പേടിയാണെങ്കിൽ ആ ട്രെയിനിൽ പോകാനാ. നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. കാറിൽ നിങ്ങളൊപ്പം പോരാൻ പേടിയാന്നൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് ഓരോന്ന് ഊഹിക്കും, മൂപ്പര് അങ്ങോട്ട് പറയും. എന്നിട്ട് മൂപ്പര് പറയാ ട്രെയിനിൽ പോവാൻ. ട്രെയിനിലും പോണ്ട, കാറിലും പോവണ്ട. നിങ്ങളുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ കാന്തപുരത്തോട് ചോദിക്കുന്നുണ്ട് അതിന്റെ സനദിനെ കുറിച്ച്. ഈക്ക വിഭാഗത്തിലെ പണ്ഡിതനാ, അയാൾക്ക് ഉറപ്പാ കള്ളമുടിയാണത്. അതുകൊണ്ട് ചോദിച്ചു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ഇതിന്റെ സനദിനെ കുറിച്ച്. അത് ചോദിച്ചത് കേൾക്കുക. കാന്തപുരം അതിന് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഈ ഈക്ക വിഭാഗത്തിലെ പണ്ഡിതൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് മുടിയുടെ ചില കാര്യങ്ങൾ ഗൗരവമായി ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവസാനമായി പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോ നബിന്റെ മുടിക്ക് ആരെന്തൊരു മർക്കസുണ്ട് എന്ന് പറയുന്നില്ല. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാള് കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ. കൃത്യമായ മറുപടി പറയണ്ടേ? ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ. കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാ. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പൊ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ക്ലാസ്സാ, സംശയം ചോദിച്ചു. കാരന്തൂർ റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് എസ്റ്റേറ്റ്മെന്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് AP ഉസ്താദ് ഒന്ന് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു. അപ്പൊ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് ഉണ്ട്, സീഫൈസ് കൊടുക്കാറുണ്ട്. കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു ഫൈസി എനിക്കതിനെ പറ്റി അറിയില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചോളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫൈസി അതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവുന്നത് എവിടുന്ന് കിട്ടി, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്ക് അതിനെ പറ്റുന്ന മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി. ആ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പൊ നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസർ ഫൈസിക്ക് ഒന്ന് വിളിച്ചു നോക്കല്ലേ വെച്ചു. വിളിക്കാറുള്ളൂ. വിളിച്ചു വരും തന്നെയല്ലേ വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുള്ളൂ. 10 മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു.
അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ രണ്ട് സംഘടനയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിന്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാനേ അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ അതിന്റെ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങള്, മോനിപ്പോ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് ധാരണ, മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിന്റെ ഒരു പരസ്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിന്ന് കിട്ടിയതാണോ, എന്നാ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ, സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ കിട്ടിയാ എന്നാ കശ്മീരിൽ പോകൂലേ? അല്ല അബുദാബിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ.